ഹലോ, അസ്സലാം വലൈക്കും. എന്തുണ്ട് വിശേഷം? ഒന്ന് വീഡിയോയിലോ കണ്ടിട്ടില്ലല്ലേ? ഇപ്പോൾ ജോലിക്ക് പോവുകയാണ്. ഒരു വീട് കഴിഞ്ഞ് രണ്ടാമത്തെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇന്ന് അറിയുന്ന ടാക്സിക്കാരൊന്നും ഇല്ല കേട്ടോ. ലിമോസം കിട്ടുമോ നോക്കണം. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ അർജൻറ്റുള്ള സമയത്തൊന്നും വണ്ടി കിട്ടൂല കേട്ടോ. അതാ പ്രശ്നം. കുറച്ചേരായി ഇവിടെ നിൽക്കുന്നു, വണ്ടിയൊന്നും കാണുന്നില്ല. എന്നങ്ങ കാണാൻ ലിമോസിൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. ഊബർ കുറച്ചു നേരം ഇവിടെ നിന്ന് നോക്കാം, കിട്ടുമോ നോക്കാം. ഇപ്പം ഈ സമയത്ത് എന്താന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂൾ ഓട്ടത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വീട്ടിൽ ചാവി വെക്കാൻ മറന്നു, അല്ലെങ്കിൽ പോലെ അവിടെ ചാവി വെക്കും. അപ്പം ഞാൻ ഒരു വീട്ടിലെ പണി കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് അതേ സ്പോട്ടിൽ പോന്നേന് എന്ന് പറഞ്ഞു. അയ്യോ ചാവി വെക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു അവള് മെസ്സേജ് വെച്ചീന്, ചാവി വെക്കാൻ മറന്നുപോയിന് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് പണി കിട്ടി. നമുക്ക് അറിയുന്ന വണ്ടിക്കാരൊന്നുമില്ല. ഇപ്പോൾ കുറേ സമയമായില്ല ഇവിടെ നിൽക്കുന്നു. എല്ലാവരും സ്കൂളോട്ട് എടുക്കുന്ന ആൾക്കാരല്ലേ. ഇൻഷാ അല്ലാഹ് കിട്ടും. കുറച്ചു നേരം നിൽക്കണം എന്നുള്ളൂ. ഇത് നമ്മള് കുട്ടികളുടെ അടുത്ത് വണ്ടി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. കണ്ടോ, കുട്ടികളെങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഊബർ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഊബർ എന്തോ ആയിന്. അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയൂല. ഇനിയിപ്പോൾ അത് ആരെങ്കിലും ടാക്സിയിലെല്ലാം കയറുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ടുള്ള ടാക്സിക്കാരോട് ഒന്നും കൂടി ശരിയാക്കി തരാൻ പറയണം. പിന്നെ ഒന്നും കൂടി ശരിയാക്കാൻ പറയണം. ഒരു ടാക്സിക്കാരൻ നിർത്താതെ പോയി ലിമോസ്. പിന്നെ ശരിയാക്കി തരാൻ പറയണം. അതുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് വേഗം എന്താക്കാം, ഊബർ ബുക്ക് ചെയ്താൽ വേഗം എത്തും. പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ടും ശരിയാവുന്നില്ല. അതെന്താ പറ്റിയെന്ന് ആർക്കറിയാം. നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെ നമ്മൾ ഇടങ്ങറായി പോവും. എത്ര സമയമായി ഇവിടെ നിൽക്കുന്നതെന്ന് അറിയോ. വണ്ടി കിട്ടിയില്ല മക്കളെ, വണ്ടി കിട്ടിയില്ല. അപ്പം ഞാൻ ഇതിൻ്റെ റോഡുണ്ട്, അവിടെ പോയി വെക്കാന്ന് വിചാരിച്ച്. ഇവിടെ ലിമോസൻ തന്നെ ഇല്ല, എന്താ ചെയ്യാ. ഇതാണ് ഇടയ്ക്ക് നമ്മൾ വട്ടം തിരിഞ്ഞു പോകും, നമുക്ക് ദേഷ്യം വരും. എന്താ ചെയ്യാ, ഓലൊന്ന് ചാവി വെക്കാത്തോണ്ട് അല്ലെങ്കിൽ എപ്പോഴും അവിടെ ചാവി വെച്ചിട്ടാ പോവുക. ഇന്നിപ്പോ ആ പെണ്ണ് ഡ്യൂട്ടിക്ക് പോകുമ്പോ ചാവിയും ബാഗിലിട്ട് പോയിന്. അല്ലെങ്കിൽ പിന്നെ നേരെ അവിടെ പോയിട്ട് ജോലി കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇന്നിപ്പോ റൂമിൽ വന്നപ്പോഴാണ് ഓള് പറഞ്ഞ് ചാവി വെച്ചിട്ടില്ല, ഓള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വന്നാൽ മതിയെന്ന്. നമുക്ക് എന്തായി, പണി കിട്ടി. ചില സമയം വണ്ടിയേ ഉണ്ടാവൂല. ഊബർ എന്താന്നറിയില്ല, കേടോ. ഊബർ എന്താന്നറിയില്ല പറ്റിയത്. ഊബർ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് എനിക്കറിയില്ല അതെന്താ കാട്ടേണ്ടതെന്ന്. ഇനിയിപ്പോൾ ആരെക്കൊണ്ടെങ്കിലും അതൊന്ന് ശരിയാക്കിക്കണം. ഊബർ ഉണ്ടോ പിന്നെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഊബർ ബുക്ക് ചെയ്താൽ വണ്ടിക്കാർ വരും. എല്ലാത്തരം ഇടങ്ങറ തന്നെ. കിട്ടും, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ പോക്ക് പോയിട്ട് ടാക്സി കിട്ടാൻ കുറേ സമയമായി. പിന്നെ അവിടെ അങ്ങനെ നിന്ന് ടാക്സിക്കാരെ നിർത്തി അങ്ങനെ പോയി ജോലി കഴിഞ്ഞ്. അപ്പൊ അവിടുന്ന് തന്നെ വേറൊരു ജോലി കിട്ടിട്ടോ. ആ വീട്ടിലത്തെ പണി കഴിയുമ്പോ തന്നെ ന്യൂവേജയില് വില്ല ക്ലീൻ ആക്കാൻ കിട്ടി. അപ്പൊ അങ്ങനെ പോയി. ഇപ്പൊ സമയം ഇവിടെ 6:15. ഇപ്പം വന്നൊരു സാധനം തിന്നിട്ടില്ല. രാവിലെ 2 ഇഡ്ഡലി തിന്നത്. ഇപ്പൊ ഇതാ കൈപ്പക്ക. ഇവിടെ ഇപ്പൊ വൈകുന്നേരം 6 മണിയായിട്ടാ. ചോറ് ഇതാ തിളപ്പിക്കാൻ വെച്ചിന്. വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണുന്നില്ല മക്കളെ. ഇതാണ് നമ്മളെ അവസ്ഥ, പ്രവാസികളെ അവസ്ഥ. തിന്നിട്ടില്ലെങ്കിൽ തിന്നിട്ടില്ല. ഇന്നലത്തെ ഉപ്പേരിയാണ്, അപ്പൊ ഞാൻ വെച്ചിട്ട് ചൂടാക്കാന്ന്. പിന്നെ കറിയൊന്നുമില്ല, അതാ മുട്ട പൊരിക്കാൻ വേണ്ടിട്ട് എടുത്ത് വെച്ച്. അപ്പൊ അതാ മുട്ടയും പൊരിച്ച്. ഇതാ ഇന്നലത്തെ കൈപ്പക്ക ഉപ്പേരിയും ഉണ്ട്. ഇതാ മുട്ടയും പൊരിച്ച്
ചോറ് തളിച്ച് അത് ഊറ്റി ചോറ്. അപ്പൊ ഇതാ ചോറ് ഊറ്റി വെച്ച് മുട്ട താടെ പൊരിക്കുന്നേ. ഇപ്പൊ പണി കിട്ടുമ്പല്ലേ ഉള്ളൂ. ഓലോട് നാളെ വരാന്ന് പറഞ്ഞാല് ചോറ് നിട്ടില്ല എന്ന് പറഞ്ഞാലൊന്നും ശരിയാവൂല. ഓലോട് നാളെ വന്ന് ചെയ്തെന്നാ മതിയോന്ന് ചോദിച്ചാൽ ഓല് പറയും താത്തന്നെ ഞങ്ങള് വേറെ ആളെ വിളിക്കട്ടെ എന്ന്. അതുകൊണ്ട് ചോറും വേണ്ട ചാറും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയതാ. അപ്പൊ നമ്മളെ പ്രവാസിന്റെ ഇത് കണ്ടില്ലേ, ഫുഡ് നേരത്തിനില്ല, ഒന്നുമില്ല, കറിയൊന്നുമില്ല കേട്ടോ. മുട്ട പൊരിച്ചതാണ്, അച്ചാർ കൊടുക്കുക നമ്മളെ നാട്ടിൽ നിന്ന് കൊടുന്ന. രാവിലെ ഞാന് ജോലി സ്ഥലത്തുനിന്ന് 8 മണിക്ക് 2 ഇഡ്ഡലി തിന്നതാത്ത. ഇപ്പൊ ഇവിടെ 6:30 മണിയായി, പിന്നെ ഒന്നും തിന്നിട്ടില്ല. അപ്പൊ കാലിയായ റൂമായിരുന്നു കേട്ടോ ന്യൂ ഏജില് ക്ലീൻ ആക്കാണ്ടായത്. അപ്പൊ അത് നന്നാക്കി ഇപ്പോഴാ വന്നേ. 2 റൂമുണ്ടായിരുന്നു. പിന്നെ ഇതാ 6 മണി കഴിഞ്ഞ് വന്നതാ. ചോറ് ചൂടാക്കി, കൈപ്പക്ക ഉപ്പേരി, പിന്നെ നാരങ്ങ ഉണ്ട്, മീനിന്റെ ഒരു കഷ്ണം ഉണ്ട് കേട്ടോ, ഇന്നലത്തെ മുട്ടയും പൊരിച്ച്. അപ്പൊ സൂപ്പറല്ലേ ചോറ്. അപ്പൊ കഴിക്കട്ടെ കേട്ടോ. അപ്പൊ എല്ലാവർക്കും സുഖമല്ല, എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. അപ്പൊ അതാണ് ഇന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാൻ റൂമിൽ ഉണ്ടായിട്ടില്ല. രാവിലെ ഇറങ്ങിപ്പോയി, പിന്നെ ഉച്ചക്ക് വന്ന്, അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ജോലിക്ക് പോയി. അല്ലെങ്കിൽ ഞാൻ രാവിലത്തെ ജോലി സ്ഥലത്ത് നിന്ന് അപ്പുറം പോയി എല്ലാം ചെയ്തിട്ടാ റൂമൊക്കെ വരിക. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞില്ല, എന്ത് ജോലി ഓള് പിന്നെ ചാവി വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ മോള് ചാവിയോടെ വെച്ചിട്ടാ പോക്ക്. അപ്പോൾ മെസ്സേജ് ഇട്ടീന് ഇത്താന്ന് പോണ്ട, ചാവി ഞാൻ മറന്ന് ബാഗിലിട്ട് പോയി എന്ന് പറഞ്ഞു ഓഫീസിലേക്ക് ഓള്. അപ്പം പിന്നെ ഞാൻ ഓള് പോയതിൻ്റെ ശേഷമാണ് പിന്നെ പോയത് ഉച്ചക്ക്. അപ്പൊ ഇതെല്ലാം നമ്മളെ വിഷയം അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട്? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ശനിയാഴ്ച ലൈവ് ഇട്ട് എല്ലാവരും വരുമോ? ലൈവ് ഇട്ടാലോ? അപ്പോൾ 13,000 സബ്സ്ക്രൈബർ കഴിഞ്ഞ് എനിക്ക് ഒരുപാട് പറഞ്ഞ് തീർക്കാത്ത നന്ദിയുണ്ട് നിങ്ങളെല്ലാവരോടും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു, സപ്പോർട്ട് ചെയ്ത്, ലൈക്ക് അടിക്കുന്നു, കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെന്താ പറയാൻ വന്നത്, അതേപോലെ എൻ്റെ ഫുള്ള് വീഡിയോ ഒന്ന് കാണണം, എന്നാലേ എനിക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഫുള്ള് വീഡിയോ ഒന്ന് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചോറ് തിന്നട്ടെ. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്താണ് ചോറ് തിന്നുന്നത്. അപ്പോൾ ഒന്ന് ഒരു പാകിസ്ഥാനിൻ്റെ ടാക്സിയാണ് കിട്ടിയിട്ടാ. തിരിച്ചു വരുമ്പോൾ മലയാളിൻ്റെ ആകുമ്പോൾ നമുക്ക് ഓലോട് നമുക്ക് പറയാം 2 കടി വാങ്ങുക, 2 കടി വാങ്ങി തരും, പിന്നെ 2 കടി വാങ്ങണം എന്ന് പറഞ്ഞാൽ ഓല് കടൻ്റെ മുന്നിൽ നിർത്തി. പാകിസ്ഥാനികളോട് എന്ത് പറയാനാ? അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് കാക്കൂന്ന് പറയൂ. അത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. അതുകൊണ്ട് പിന്നെ അവരേച്ചി നേരെ ചോറ് തിന്നാന്ന്. അപ്പൊ അള്ളാനെ ഓർത്തിട്ട് ഇതില്ല, ഇത് വലത്തെ കൈയാണ്. അപ്പൊ ആരും കമന്റ് ഇടണ്ട. നമ്മളൊരു ഫ്രണ്ട് വിളിക്കണ്ടല്ലോ. ഹലോ, ഏത് മോളെ? എങ്ങനെ? ആ അറിയില്ല, ചോദിക്കണോ? ഞാൻ വിളിക്കാം നിന്നോട് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഒന്ന് ചോറ് നിന്നാ. ഓക്കെ. ഇപ്പം ഞാൻ ചോറ് നട്ട് നമ്മളൊരു ഫ്രണ്ടാ വിളിച്ച, അവൾക്ക് റൂമില്ല. ഇപ്പം ഇവിടെ എവിടെയെങ്കിലും റൂം നോക്കാൻ പറഞ്ഞതാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ ശനിയാഴ്ച നമ്മൾ ഞാൻ ചിലപ്പോൾ ലൈവ് ഇടും.
നാളെ ഇടാന്ന് വിചാരിച്ചതാണ്. നാളെ വേണ്ടല്ലേ, ശനിയാഴ്ച ഇടല്ലേ. ശനിയാഴ്ച നേരത്തെ വരും, അപ്പോൾ ലൈവ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരണോ, അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം. അപ്പം ഇത്ര ചെറിയൊരു വീഡിയോ ഒന്ന്. ഓക്കെ, ബൈ ബൈ.